ശ്രീ പ്രേംകുമാർ, നമ്മുടെ മുന്നിലുള്ളത് CPIയുടെ വിവിധ ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ നടന്ന ചർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടർമാരുടെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ മാത്രമാണ്. ഒപ്പം താങ്കൾക്കറിയാവുന്നതുപോലെ ഒരു കേഡർ പാർട്ടിയെ CPMന്റെ സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ നടക്കുന്ന വിവരങ്ങൾ അതേപടി പുറത്തേക്കെത്തില്ല. അതും നമുക്ക് ലഭിക്കുന്നത് ചില സോഴ്സുകളിലൂടെ മാത്രമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകാരം 3 തലത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ഈ സർക്കാരിൻ്റെ ഭരണ ദൗർബല്യം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. നേതാക്കന്മാരുടെ നാക്കുപിഴയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ സംഘടനാ രീതിയും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ചോർച്ചയടക്കം പാർട്ടി ഗൗരവത്തോടു കൂടി വീക്ഷിക്കുന്നു. ഒപ്പം BJPയുടെ വളർച്ചയും. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മാറ്റം ഏതു തട്ടിൽ മുതൽ വേണം? CPI പറയുന്നത് പോലെ സർക്കാർ മാറിയാൽ പ്രശ്നം തീരുമോ? പാർട്ടി പരിപാടികളിലോ മീറ്റിങ്ങുകളിലോ പങ്കെടുക്കാത്ത, ചർച്ചകളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഫാക്ട്സിനെ ബേസ് ചെയ്ത് ഉള്ള ചർച്ചകൾ നടക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നുമാണ്. ഫാക്ട്സിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ടാഗ് ലൈൻ പകരം പറയുന്ന പോലെ ഫാക്ട് മാറ്റേഴ്സ്. CPIഎമ്മിൻ്റെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇലക്ഷനിൽ CPI ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയെന്നോ പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരിക്കുന്നതിനോ ശേഷം നടക്കുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിനുശേഷം സംസ്ഥാന സമിതിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പം ഒന്നുകിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് അതിലെ തീരുമാനങ്ങളിൽ പത്രങ്ങളോടും ജനങ്ങളോടും പൊതുവായിട്ട് പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിലൂടെ റിവീൽ ചെയ്യും. അല്ലെങ്കിൽ സാധാരണ പത്രക്കുറിപ്പാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും അന്തിമ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കേണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തും, തിരുത്തേണ്ടവ തിരുത്തും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ ചർച്ച നടത്തുന്നതും അരുണിൻ്റെ ലീഡും ഈ എഴുതി കാണിക്കുന്നതൊക്കെ സ്പെക്കുലേഷൻസാണ്. സ്പെക്കുലേഷൻസിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരുണിൻ്റെ കുഴപ്പമോ റിപ്പോർട്ടറിൻ്റെ കുഴപ്പമോ അല്ല. സ്പെക്കുലേഷൻസ് അത് സത്യമോ അസത്യമോ അല്ലല്ലോ. നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. അതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന കാര്യം ചർച്ച നടന്നിട്ടില്ല എന്ന് എനിക്കോ വേറെ ആർക്കോ പറയാൻ പറ്റില്ല. ആണ് എന്ന് നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അത് ഇറ്റ്സ് നെയ്തർ ട്രൂ നോർ ഫോൾസ്. അപ്പോൾ അതിനിടയിൽ നിന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൊളിറ്റിക്സിൽ എന്ന് ചോദിച്ചാൽ, അത് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണരംഗത്ത് പല മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല പെർഫോമൻസ് ആളുകളിലും വോട്ടർമാരിലും എത്തിക്കുന്നതിൽ, അഥവാ പെർഫോമൻസ് എന്നുള്ളത് പെർസെപ്ഷനിലേക്കും കൂടെ ആളുകളത് പ്രോപ്പറായിട്ട് പെർസീവ് ചെയ്യുന്ന തലത്തിലേക്ക് ജനങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനും ജനങ്ങളും സർക്കാരും തമ്മിൽ, ജനങ്ങളും പാർട്ടിയും തമ്മിൽ, ജനങ്ങളും LDF തമ്മിൽ നല്ല ഒരു റാപ്പോ ഉണ്ടാവുകയും അതുവഴി ഒരുപക്ഷെ കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഡിഫറൻ്റ് ആയിക്കൊണ്ടുള്ള പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വിശദീകരണമാണ് താങ്കളും നൽകിയിരിക്കുന്നത്. ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. ദാ വരുന്നു ഇടുക്കി CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പ്രകാരം പാർട്ടി ഒരു ഭാഗത്തും പാർട്ടിയുടെ പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ ദുർബലമായി തീരുന്നൊരു സാഹചര്യം ഉണ്ടായി. ശരി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാം. CPIയുടെ ഘടകങ്ങൾ അങ്ങ് പറഞ്ഞത് എന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കി. ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നല്ലേ? സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുറെ കൂടി ഇഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്നതും നടപ്പിലാക്കുന്നതുമായ സമീപനങ്ങൾ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അങ്ങനെ എന്താ പറയാ LDF ഗവൺമെന്റിന്റെ ഭരണം നല്ല രീതിയിൽ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് പെർഫോം ചെയ്തു. ആ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ശരി, അങ്ങനെയാണല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPMലെ പാർട്ടി വൃത്തങ്ങളും നമുക്ക് നൽകുന്ന വിശദീകരണം അതാണ്. പക്ഷെ നോക്കൂ, എൻ്റെ ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ റിപ്പോർട്ടോടുകൂടി താങ്കൾക്ക് മനസ്സിലാവും. ഈ ഇടുക്കിയിലെ ഇപ്പോൾ പുറത്തു വന്നിരുന്ന വാർത്ത അനുസരിച്ച് ഇടുക്കിയിൽ CPIയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഈ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ പോകണം എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സഖ്യകക്ഷികളെ പോലും CPIയുടെ ജില്ലാ കൗൺസിലിൽ പോലും ഈ സർക്കാരിൻ്റെ നല്ല പെർഫോമൻസ് എത്തിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയതാണോ, അഥവാ LDFന് മൊത്തം കഴിയാതെ പോയതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ജനങ്ങൾ അവിടെ നിൽക്കട്ടെ. സ്വന്തം സഖ്യകക്ഷിയിൽ പോലും CPIയിൽ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമായോ ഈ രാഷ്ട്രീയ വിനിമയം സർക്കാരിൻ്റെ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. Debate with Arun Kumar.